6 ദിവസം കൊണ്ട് സൃഷ്ടി. കോടാനുകോടി വർഷത്തെ പരിണാമ പ്രക്രിയയിലൂടെ രൂപം കൊണ്ടതാണ് ഈ ദൃശ്യപ്രപഞ്ചമെന്ന് ശാസ്ത്രം പറയുന്നു. 6 ദിവസം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതാണിതെന്ന് ബൈബിളിൽ കാണുന്നു. ഏതാണ് ശരി? ബൈബിളിൽ പ്രതീകാത്മക ഭാഷയുണ്ട്, കാവ്യഭാഷയുണ്ട്, പ്രാർത്ഥനാ ഭാഷയുണ്ട്. ഇതെല്ലാം അക്ഷരാർത്ഥത്തിൽ എടുക്കേണ്ടതല്ല. 1000 വർഷം മുമ്പ് ജീവിച്ചിരുന്ന മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷാശൈലിയിൽ സംസാരിച്ചവ ആധുനിക മനുഷ്യന് മനസ്സിലാവണമെന്നില്ല. എന്തെഴുതപ്പെട്ടു എന്നതിനേക്കാൾ എന്തിനെഴുതപ്പെട്ടു, അതിൻ്റെ ഉദ്ദേശമെന്ത് എന്നാണ് പരിശോധിക്കേണ്ടത്. ബൈബിൾ ഒരു സന്ദേശമാണ്. ദൃശ്യാദൃശ്യങ്ങളായ സകലതിൻ്റെയും മൂലകാരണം ദൈവമാണെന്നും ദൈവം ശൂന്യതയിൽ നിന്ന് എല്ലാം സൃഷ്ടിച്ചുവെന്നും മനുഷ്യനെ ദൈവം സ്വന്തം രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചെന്നും സൃഷ്ടിക്ക് വ്യക്തമായ ഒരു ഉദ്ദേശമുണ്ടെന്നും ഈ ഉദ്ദേശം മനുഷ്യനിലൂടെയാണ് പൂർത്തീകരിക്കപ്പെടേണ്ടതെന്നുമാണ് ബൈബിളിൻ്റെ ആദ്യ സന്ദേശം. ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മം 6 ദിവസം കൊണ്ടാണോ അതോ 600 കോടി വർഷം കൊണ്ടാണോ പൂർത്തിയായത് എന്ന ചോദ്യം സഭയ്ക്ക് പ്രസക്തമല്ല. ആദ്യം സൃഷ്ടിക്കപ്പെട്ട ഒരു ആറ്റത്തിൽ നിശ്ചിത ക്രമത്തിൽ നിശ്ചിത കാലങ്ങളിൽ പരിവർത്തനങ്ങളുണ്ടായി. അത് വളർന്ന് വികസിച്ച് പലതായി സ്വയം വിഭജിച്ച് ഇന്നത്തെ പ്രപഞ്ചമായി തീരാനുള്ള ശക്തിയും അതിനെ നിയന്ത്രിക്കുന്ന നിയമങ്ങളും നിക്ഷിപ്തമായിരുന്നെങ്കിൽ അതല്ലേ 6 ദിവസത്തെ നേരിട്ടുള്ള സൃഷ്ടിയേക്കാൾ കൂടുതൽ അത്ഭുതാവഹം. സഭയ്ക്ക് ഇത് അംഗീകരിക്കാൻ പ്രയാസമൊന്നുമില്ല. പക്ഷേ ആ ആദ്യ ആറ്റത്തിൽ നിക്ഷിപ്തമായ നിയമങ്ങൾ വെറുതെ അങ്ങുണ്ടായെന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ സഭയ്ക്ക് സാധിക്കില്ല. ഈ പ്രപഞ്ചത്തെയും പ്രകൃതിയെയും നിയന്ത്രിക്കുന്നത് അന്ധമായ ശക്തിയല്ല, ബുദ്ധിയുള്ളൊരു വ്യക്തിയാണ്. ആ മൂലകാരണത്തെ, ആ അത്ഭുത ബുദ്ധിയെ, ആ അദൃശ്യ വ്യക്തിയെ ദൈവമെന്ന് വിളിക്കുന്നു. ബൈബിളും ശാസ്ത്രവും പരസ്പര വിരോധികളാണെന്നും ക്രൈസ്തവ സഭ ശാസ്ത്രത്തിനെതിരാണെന്നും സ്ഥാപിക്കാൻ ചിലർ വൃഥാശ്രമം നടത്തുന്നു. സത്യം എന്താണ്? ക്രൈസ്തവ സഭ ശാസ്ത്രത്തിനെതിരല്ല. പല കണ്ടുപിടുത്തങ്ങളും ക്രൈസ്തവ പുരോഹിതരുടെ സംഭാവനകളാണ്. വില്യം ഓക്കാം, കോപ്പർനിക്കസ്, ഗ്രിഗറി മെൻഡൽ, ജോർജസ് ലെമേത്രെ തുടങ്ങിയവർ ഈ ശ്രേണിയിൽ പെടുന്നു. സഭശാസ്ത്രത്തെ എത്ര വിലമതിക്കുന്നെന്നും ഗവേഷണങ്ങളെ എങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നെന്നും ഉള്ളതിനുള്ള ശക്തമായ ഉദാഹരണമാണ് വത്തിക്കാനിലെ വാന നിരീക്ഷണ കേന്ദ്രം.